ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ്. പിന്നെ എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വന്നപ്പോൾ ഒന്ന് പുറത്തിറങ്ങി എനിക്കിതാ മക്കൾക്ക് പമ്പേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ. അപ്പം അങ്ങനെ മഴ ഞാൻ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഞാൻ നാളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ പിന്നെ രാത്രി തന്നെ പമ്പേഴ്സൊക്കെ വാങ്ങിച്ചാൽ നാളെ രാവിലെ പോകുമ്പോൾ പിന്നെ പോണ വഴിക്ക് ഇറങ്ങണ്ടല്ലോ. അങ്ങനെ പമ്പേഴ്സ് പിന്നെ മോനക്കൊരു സിൽക്കിൻ്റെ സ്പൂണൊക്കെ വാങ്ങാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടി പോവാണ്. പറ്റിയാലൊരു ബാഗും നോക്കാം. ഒരു മദർ ബാഗ് പോലത്തെ ബാഗ് ഉണ്ടാവുമല്ലോ, പക്ഷെ അതൊന്നും കിട്ടിയില്ല. മോനക്ക് പമ്പേഴ്സും സിൽക്കിൻ്റെ സ്പൂണും കിട്ടി. അങ്ങനെ വീട്ടിലെത്തി. പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി നിന്ന്. കുറച്ച് ദിവസത്തൊക്കെ ആണെങ്കിലും ഡ്രസ്സ് കുറേ ഉണ്ടാവും. അത് പിന്നെ ഞാൻ അങ്ങനെയാണ്, കുറച്ചധികം ഡ്രസ്സ് എക്സ്ട്രാ വെക്കും. എൻ്റെത് കുറച്ചാണെങ്കിലും കുട്ടികളുടെ ഡ്രസ്സ് പിന്നെ നമ്മൾ എക്സ്ട്രാ കരുതണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കി വെച്ചതാണ്. അങ്ങനെ തന്നെ ബാഗ് പാക്കിങ് എനിക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കണം. പിന്നെ വൈകുന്നേരം നമ്മൾ ചായക്ക് നിന്ന് പിസ്സ ഉണ്ടാക്കിയിരിക്കണം. പിന്നെ ആദ്യമായിട്ട് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരി. അപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടത് 2 കപ്പ് മൈദ. ഈ കപ്പിലാണ് 2 കപ്പ് മൈദ എടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഉപ്പ് ഇങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് ഓയിൽ, 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ്, 2 ടേബിൾ സ്പൂണ് പഞ്ചസാര. പിന്നെ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുക്കാം. പിന്നെ ഒറിഗാനോ ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ പറ്റില്ലല്ലോ. അപ്പോൾ അത് 1/2 സ്പൂൺ എടുക്കാം. എന്നിട്ട് അതൊന്ന് കൈകൊണ്ട് നല്ലോണം പൊടിച്ചിട്ടിടാം. പിന്നെ മാവ് ഒഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈസ്റ്റും പഞ്ചസാരയും ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒറിഗാനൊക്കെ ഇട്ടിട്ട് നല്ലോണം ഫസ്റ്റ് മിക്സാക്കാം. എല്ലായിടത്തും എത്ര വിധത്തിൽ നല്ലോണം ഒന്ന് കൊഴിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കൊഴിച്ചെടുക്കാം. നമ്മൾ പച്ചക്കൊക്കെ കൊഴിക്കുന്ന മാതിരി, പക്ഷെ അത്ര ടൈറ്റ് വേണ്ട, കുറച്ച് ലൂസായിട്ടാണ് ഇത് ഉണ്ടാവാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ മതി സെറ്റായി കിട്ടാൻ. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. ഒരു 3-4-5 മണിക്കൂർ എന്തായാലും ആവും. എന്നിട്ട് ലാസ്റ്റ് നല്ലോണം കൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓയിൽ സ്പ്രെഡാക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് നമുക്ക് ചിക്കനൊന്ന് മസാല തേക്കാം. അന്നേരം ചിക്കനും റെസ്റ്റ് ചെയ്യുമ്പോൾ നല്ലോണം മസാല ഒക്കെ പിടിച്ചോളല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചിക്കൻ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. അതിനൊരു ക്യാപ്സിക്കോ, 2 തക്കാളി, 1 ഉള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. തക്കാളി ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തേക്കാം. എന്നാലും നമുക്ക് വേവിക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റാൻ സുഖമാവും. പിന്നെ ക്യാപ്സിക്കും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു കുക്കർ എടുത്തിട്ട് ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലിടാം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളിയും തൊലിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. പിന്നെ ഒരു ഫ്രൈ പാൻ വെക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുക. വെളുത്തുള്ളിൻ്റെ റോ സ്മെല്ല് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിലടിച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂണ് മുളകും പൊടി ഇടാം. എന്നിട്ട് നല്ലോണം മിക്സാക്കാം. ഇതിൻ്റെ ഗ്രീൻ കളർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കാം. ഇത് അധികം പൈപ്പില്ലാത്ത തക്കാളി അവിടെ ഉള്ളത്, അപ്പം ഞാനുള്ള തക്കാളി കൊണ്ട് അഡ്ജസ്റ്റ് ആക്കി. അങ്ങനെ മുളകും പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം. പിന്നെ പഞ്ചസാര ഇടണം. പിന്നെ ടൊമാറ്റോ സോസ് ഓപ്ഷണലാണ്, നിങ്ങളടുത്തുണ്ടെങ്കിൽ ഇട്ടോളൂ, ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട്, 1 സ്പൂൺ മുളകും പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ പഞ്ചസാര, അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം. പിന്നെ റെഡ് ചില്ലി ഫ്ലെക്സ് ഉണ്ടാവുമല്ലോ, അതിടാം. പിന്നെ ഒറിഗാനോ ഒക്കെ ഒഴിക്കുക. അങ്ങനെ പിസ്സ സോസ് സെറ്റായിക്കണം. നമുക്കിതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടി പോവാം. ഒരു ഓയിൽ ഒഴിച്ച് ചിക്കനൊക്കെ ഇടാം. പിന്നെ ചിക്കൻ പൊരിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ സംഗതിയൊക്കെ സെറ്റ് അയക്കുന്നത് ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ ചീസ്, ചിക്കന്, പിസ്സ സോസൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഞാനത് ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഡോ ഇട്ടിട്ട് ഇങ്ങനെ നീട്ടി കൊടുക്കുകയാണ്. പക്ഷെ നമുക്കൊരു ഏകദേശം ഒരു വലുപ്പത്തിൽ
ആക്കി കൊടുക്കുകയാണ്. എൻ്റെ നല്ലോണം പൊങ്ങി വന്നിട്ടില്ലേനു. ഒന്നാമത് മഴയുള്ള ദിവസമാണ്. ഇപ്പം തണുപ്പായതുകൊണ്ട് പൊങ്ങാൻ ടൈം എടുക്കുമല്ലോ. പിന്നെ അതിനൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിക്കണം. ഫസ്റ്റ് നമ്മൾ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് സൈഡിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഇതാ സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചീസൊക്കെ ഇടാൻ വേണ്ടി പോവാണ്. ചീസൊക്കെ നല്ലോണം ഇട്ടെടുക്കുക. നല്ലോണം ഇട്ടിട്ട് നല്ലോണം വലിയും. ഞാൻ പിന്നെ അത്ര ഇട്ടെടുക്കണുള്ളൂ. ചീസ് ബാറാണ് വാങ്ങിയത്. അപ്പോൾ അത് പീലർ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ടെടുത്ത് പിന്നെ ഇതാ ബർഗറിൻ്റെ ചീസും ഉണ്ടാവല്ലോ അതും വെച്ചിക്കണ്. പിന്നെ ആ ചീസൊക്കെ ഇട്ടെടുത്തതിന് ശേഷം പിന്നെ ചിക്കനാണ് ഇട്ടെടുക്കുന്നത്. പിന്നെ ക്യാപ്സിക്കും പിന്നെ അതിൻ്റെ മേലെയും ചീസും മറ്റേ ബർഗറിൻ്റെ ചീസൊക്കെ ഇട്ടെടുത്തിട്ട് അങ്ങനെ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇതാ പിസ്സനൊക്കെ നല്ലോണം മൊഞ്ചാക്കി കൊടുത്തിക്കണ് ക്യാപ്സിക്കൊക്കെ വെച്ചിട്ട്. ഇത് ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത്. അപ്പോൾ അതൊരു പാൻ വെച്ചിക്കണ് ഗ്യാസിൽ. എന്നിട്ട് ആ പാൻ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിസ്സൻ്റെ പാന് ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെച്ചിട്ട് ആ പാൻ കൊണ്ട് ഈ പാൻ മൂടി വെക്കും. അങ്ങനെ കളിച്ചിട്ടാണ് നമ്മൾ ചീസൊക്കെ മേലത്തതും മെൽറ്റാവും അടിയത്തതും സെറ്റാവുമല്ലോ. അങ്ങനെ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതാ എൻ്റെ പിസ്സൊക്കെ സെറ്റായിരിക്കണം. നല്ല ടേസ്റ്റിന് വേണ്ടി ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ അടിപൊളിയാക്കി ഇട്ടിരിക്കണം. ഓവൻ ഉണ്ടെങ്കിൽ നല്ല സുഖം കേട്ടോ. പക്ഷെ ഓവനിൽ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ, ഇങ്ങനെയും ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ചായക്കുള്ള കടി ചെയ്യും. അങ്ങനെ അടിപൊളിയായിക്കണ്. ഇനി ഇത് ഓവണില്ല വിചാരിച്ചിട്ട് നിങ്ങളാരും ഉണ്ടാക്കാതെ വെക്കണ്ട. ഇങ്ങനെ ഫ്രൈ പാനിലും ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി. അപ്പോൾ ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇത് നൈറ്റ് അയക്കണം കേട്ടോ. അപ്പോൾ അത് ഓനക്ക് ഉറക്കം വന്നിക്കണം. അല്ലെങ്കിൽ ഒരു ഉറക്കം ഉറങ്ങണതാണ് 8 മണി 7 മണിക്കൊക്കെ. ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ വേഗം ഉറക്കി കൊടുത്തിട്ട് നമ്മളിതാ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്കിതാ പൊറാട്ടാണ്. പൊറാട്ടും ചിക്കൻ കറിയും പിന്നെ ഇതാ സാലഡൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത